ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്ത് കഴിക്കാമോ? ചോറ് മതിയാണ്. ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കൊല്ലത്തോട്ട് പോവാണ്, അവിടെ ബാങ്കിലൊക്കെ ഒന്ന് കയറണം അങ്ങനെ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ഇട്ടേക്കണേ. പിന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് എല്ലാവരും നമ്മുടെ വീഡിയോയിലേക്ക് കേട്ടോ. വഴികൾ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വഴികൾ. നമുക്കൊരു ചെറിയ കുഞ്ഞ് കനാലുണ്ട്. കനാൽ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ കനാലിൻ്റെ ഭാഗം. ഈ കനാലിൽ നിന്ന് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുവഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഈ വഴിയായിരുന്നു. അങ്ങനെ നമ്മൾ റോഡിലെത്തി. ഇനി നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോയ്ക്കകത്ത് കടമ്പനാട്ട് ഇറങ്ങാം. അവിടുന്ന് നേരെ കൊല്ലം. ഇടയ്ക്ക് ശാസ്താംകോട്ടയിലൊന്ന് പോകണം. അപ്പോൾ ശാസ്താംകോട്ടയിലൂടെ കയറിയിട്ട് നേരെ കൊല്ലം. നമുക്ക് ബസ് കയറി കഴിഞ്ഞാൽ എപ്പോഴും സൈഡ് സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമാണ്. പിന്നെ ഒന്നും ഇല്ല. എന്തെങ്കിലും ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ ആലോചിക്കുക, എന്നിട്ട് നേരെ പാട്ടുണ്ടെങ്കിൽ പിന്നെ സെറ്റ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഉറങ്ങാറില്ല, കാഴ്ചകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ശാസ്താംകോട്ടെ വന്നു. അമ്മ അമ്പലത്തിലോട്ട് പോയി. ഞാൻ പോസ്റ്റായിട്ട് ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലൈം ജ്യൂസ് കുടിക്കാൻ കയറി. അവിടുന്ന് നല്ല തണുത്തൊരു ലൈം ജ്യൂസും തുടങ്ങിയിട്ട് ഇനി നമുക്ക് ചുമ്മാ ഇങ്ങനെ കൊല്ലത്തോടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ കൊല്ലം ടൈറ്റാനിയം എത്തി. ഇപ്പോൾ അവിടെ റോഡ് പണി നടക്കുക. ഒരു 1-2-3 വർഷമായെന്ന് തോന്നുന്നു റോഡ് പണി നടന്നിട്ട്. അവിടെ എന്തൊക്കെയോ ഹൈവേയോ എന്തൊക്കെയോ പരിപാടികൾ വരാനാണ്. അപ്പോൾ ഇപ്പോൾ വണ്ടികളെല്ലാം കറങ്ങി ആണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ചവറയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഒറ്റ ബസ് കിട്ടിയില്ല. അപ്പോൾ ചവറയിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങളിനി അടുത്ത ബസ്സും കൂടെ കയറണം. അതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഒറ്റ ബസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നിടത്തുനിന്ന് പിന്നെ കൊല്ലത്തിൽ ചെല്ലുമ്പോൾ എഴുന്നേറ്റാൽ മതി. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കെട്ടുകാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എടുപ്പൂതിര, പിന്നെ കുറച്ച് ഫ്ലോട്ടുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ എടുപ്പൂതിര കാണാൻ നല്ല രസമുണ്ട്. വൈകുന്നേരമാണ് ഉത്സവ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉത്സവം കഴിഞ്ഞതാണോ ഉത്സവമാണെന്ന് തന്നെ തോന്നുന്നു. കാരണം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഞങ്ങൾ കുറച്ച് ഫ്ലോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊല്ലത്ത് വന്ന് ബാങ്കിലൊക്കെ കയറിയിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ കയറുവാണ്. ഇത് ബ്രൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടുത്തെ അത്യാവശ്യം നല്ല ഹോട്ടലൊക്കെയാണെന്നാണ് പറഞ്ഞത്. ആദ്യം ഞങ്ങൾക്ക് കയറിയപ്പോൾ സീറ്റ് കിട്ടിയില്ല. നമ്മൾ പിന്നെ ഉള്ളിടത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അപ്പുറത്തോട്ട് പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ അമ്മ ഊണ് പറഞ്ഞു. ഊണ് കണ്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു. പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മത്തി ഫ്രൈയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. ബിരിയാണി കഴിച്ചിട്ടും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. കുറ്റം പറയാനായിട്ടൊന്നുമില്ലായിരുന്നു. പായസം അടിപൊളിയായിരുന്നു. ആദ്യമൊക്കെ ചോറ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം മത്തി ഫ്രൈ കഴിച്ചു. പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി വാരി കൊടുത്തു. ചിക്കൻ ആ ഒരു കാല് മാത്രമേ ഉള്ളായിരുന്നു. മറ്റേ ഒരു പേരിന് വേണ്ടി ഒരു കഷ്ണമായിരുന്നു. ഇപ്പം ചിക്കന് വില കൂടിയതുകൊണ്ടായിരിക്കും ചിക്കൻ കുറച്ച് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഞാനും കുറച്ച് അവന് വാരി കൊടുത്തു. പിന്നെ ഞങ്ങൾ കഴിച്ചു. അത് കഴിച്ചിട്ട് ഞങ്ങൾ 2 ഫ്രഷ് ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ലൈമും അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഫ്രഷ് ലൈമും നല്ല ബിരിയാണിയൊക്കെ ആയിരുന്നു. അതൊക്കെ വയറ് നിറച്ച് കഴിച്ചു. അമ്മയ്ക്ക് ഊണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. നല്ല ഊണായിരുന്നു. മീൻ വറുത്തതൊക്കെ അടിപൊളിയായിരുന്നു. ബില്ലും വലിയ കുഴപ്പമില്ല. 300-350 രൂപ കണ്ടേ ആയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തു. ആദ്യമൊക്കെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മൾ വന്നപ്പോൾ തന്നെ ബസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പത്തനംതിട്ട ബസ്സിനകത്ത് നമ്മൾ ചാടി കയറിയിരുന്നപ്പം നമ്മൾ അവിടുന്ന് വാങ്ങിച്ചൊരു ഐസ്ക്രീമാണിത്. ദിൽസേ
ഇത് അടിപൊളിയാണ്. കാരണം നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. കണ്ടപ്പോൾ നമ്മൾ മറ്റേ റെഡ് വെൽവെറ്റും പിന്നെ ക്രീമുമാണ് നട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി സംഭവം. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നോർമൽ ഐസ്ക്രീം ആണെന്നും പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ അടിപൊളി ഐസ്ക്രീമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 കൂടെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നടന്നില്ല. ഒരെണ്ണം അവന് വേണ്ടി മാത്രമേ വാങ്ങിച്ചുള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. അവൻ എനിക്കൊരു ഇച്ചിരി ഒരു പേരിന് വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് പിന്നെ അമ്മയ്ക്ക് കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മ 2 നിന്നും ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചു. ഞാൻ ആ റെഡ് വെൽവെറ്റ് ടേസ്റ്റ് ചെയ്തതേ ഇല്ല. അവൻ എനിക്ക് തന്നില്ല. പിന്നെ ഇനി വരുമ്പോൾ വാങ്ങിക്കാമല്ലോ എന്ന് കരുതി ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. എന്റെ മൊത്തം തീർക്കാനാണോ? അല്ല, ശകലം തന്നാൽ മതി, ടേസ്റ്റ് നോക്കട്ടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ കടമ്പനാട്ടെത്തി. കടമ്പനാട്ടിൽ നിന്ന് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് തന്നെയാണ്. ഇനി നേരെ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് മീൻ വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾ മീൻ നമ്മുടെ വേമ്പനാടത്ത് മുക്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ കുറേ മീനുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ചൂട, ചുമന്ന മീൻ, സീഡി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നെയ്മത്തി ഇരിപ്പുണ്ടായിരുന്നു. നെയ്മത്തിക്ക് 1 കിലോയ്ക്ക് 160 രൂപ. അങ്ങനെ ഞങ്ങൾ 200 രൂപയ്ക്ക് വാങ്ങിച്ചു. നെയ്മത്തി പണ്ടങ്ങാണ്ട് കഴിച്ചതാണ്. അതിനുശേഷം ഇപ്പം മത്തി അങ്ങനെ അധികം മത്തി വാങ്ങിക്കണമെന്ന് പോകുന്ന സമയത്തൊന്നും മത്തി കിട്ടാറില്ല. പിന്നെ നെയ്മത്തി എന്ന് പറയുമ്പോൾ നല്ല നെയ്യും ഫ്രൈ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബിനു അണ്ണൻ്റെ സ്വന്തം ഏത്തയ്ക്കാപ്പവും ബോണ്ടയും വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്നാണ് ബോണ്ടയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ ഓട്ടോയ്ക്കകത്ത് നേരെ വന്നു. ഇനി നേരെ എല്ലാം പറക്കിക്കൊണ്ട് വീട്ടിലോട്ടെത്തി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ.